സ്ലോപ്പഗാൻഡ, ഇറാന്റെ പ്രചാരണായുധം. യുദ്ധകാല ജേർണലിസം പ്രയാസമേറിയതാണ്. ജേർണലിസ്റ്റുകളെ ലക്ഷ്യമിട്ട് കൊല്ലുന്നത് ഇസ്രായേൽ നോർമലൈസ് ചെയ്തിരിക്കെ വിശേഷിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ഒരു കുരുതിയാണിത്. ഗസയിൽ അൽ ജസീറയുടെ മുബാഷിറ ചാനലിലെ റിപ്പോർട്ടർ മുഹമ്മദ് വഷാഹിനെയും സംഘത്തെയും ഇസ്രായേൽ ചുട്ടുകൊന്നു. മാധ്യമപ്രവർത്തകനെ വധിച്ചു എന്നത് മാത്രമല്ല ഇസ്രായേലി കുറ്റം. വെടിനിർത്തൽ മാസങ്ങളായി നിലവിലുണ്ടെന്ന് പറയുന്ന ഗസയിലാണ് ഇത്. പ്രസ് എന്നെഴുതിയ വാഹനത്തിന് ബോംബിട്ടു. അൽ ജസീറയുടെ അനേകം ജേർണലിസ്റ്റുകളെ ഇസ്രായേൽ ഇതിനകം വധിച്ചിട്ടുണ്ട്. കൊല്ലപ്പെടും എന്നുറപ്പുണ്ടായിട്ടും മാധ്യമധർമ്മം ധീരമായി തുടരുന്നു ഗസ ജേർണലിസ്റ്റുകൾ. Unfortunately, that's a pattern that we have seen consistently since October the 7th. That makes Israel the biggest killer of journalists since CPJ started documenting those deaths back in 1992. It has killed more journalists than any other government, any other military force in the world. ലെബനാനിലും ഇത് തന്നെ സ്ഥിതി. കഴിഞ്ഞയാഴ്ച ഒരൊറ്റ ദിവസം 3 ജേർണലിസ്റ്റുകളെ ഇസ്രായേൽ കൊന്നു. ഗസയിൽ കഴിഞ്ഞ മാസം കൊല്ലപ്പെട്ടവരിൽ ഫാത്തിമ ഫത്തൂനിയും അലി ഷുഐബും ഉൾപ്പെടുന്നു. വ്യക്തമായ യുദ്ധക്കുറ്റമാണ് ഇത്തരം കൊലകൾ. എന്നിട്ടും ഇസ്രായേൽ അത് തുടരുന്നത് ജേർണലിസം അവർക്ക് ഹാനികരമായതുകൊണ്ട് തന്നെ, ലോകം സത്യമറിയുന്നതിനെ ഭയക്കുന്നത് കൊണ്ട് തന്നെ. കഴിഞ്ഞ വർഷവും ജേർണലിസ്റ്റുകളെ കൊല്ലുന്നതിൽ ഇസ്രായേൽ റെക്കോർഡ് സ്ഥാപിച്ചു. മാധ്യമങ്ങളെ, മാധ്യമ സ്വാതന്ത്ര്യത്തെ അവർ ഭയക്കുന്നു. മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഉന്നമിടുന്ന ഇസ്രായേൽ രാജ്യത്തിനുള്ളിൽ സെൻസർഷിപ്പ് നടപ്പാക്കുന്നുണ്ട്. ഇസ്രായേലി ക്രൂരതകളും ഇസ്രായേലിനേറ്റ തിരിച്ചടികളും റിപ്പോർട്ട് ചെയ്തതിന് ഈയിടെ നെതന്യാഹു മാധ്യമങ്ങളെ പരസ്യമായി അധിക്ഷേപിച്ചു. Benjamin Netanyahu wouldn't put it this way, but 5 weeks into the US-Israeli war against Iran, this is what he's up against domestically. Iranian missiles keep hitting Israeli targets, causing casualties and severely injuring the country's infrastructure. The collapse that Israel was hoping for of the Iranian government, the galvanizing of rebellion there, has not happened. Given the multiple fronts and entanglements, Lebanon, the West Bank, Gaza, and the unprecedented number of reservists called up, Israel risks running out of soldiers. And, like his ally, Donald Trump, Netanyahu has no clear exit strategy. What he can be counted on, however, at times like these, is having a media strategy. Scapegoating his critics. את יושבי האולפנים ודוברי האופוזיציה. מה קרה לכם? תרימו את המורל של הצד שלנו, ולא של האויב. നിങ്ങൾ എന്തിന് ശത്രുക്കളുടെ മനോവീര്യം കൂട്ടുന്നു എന്ന്. 2.5 വർഷം മാധ്യമങ്ങൾ ഇസ്രായേലി അധികാരികളെ അനുസരിച്ചു. വംശഹത്യക്ക് ജനസമ്മതി നിർമ്മിച്ചു കൊടുത്തു. ഇപ്പോൾ നേര് പറയാൻ തുടങ്ങുകയോ? അത് വേണ്ട എന്ന് നെതന്യാഹു. മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് നേരറിയാൻ പറ്റാതെ വരുമ്പോൾ ഇസ്രായേലികൾ ഓൺലൈൻ വാർത്തകൾ പരതും. അവിടെയും സത്യമേത് പ്രചാരണമേത് എന്ന് തിരിച്ചറിയാത്ത സ്ഥിതി. With mainstream outlets under the thumb of the censors, Israelis are scouring sources online where it is increasingly difficult to separate fact from fiction, reality from propaganda. The image that you see out of Israel is very carefully choreographed. This is a country self-professed as a democracy, but it has a military censor that can and does control the kind of information that can be, used or disseminated by the media. But in this war, the kind of restrictions that have been imposed are unprecedented. ഇറാനിലുമുണ്ട് സെൻസർഷിപ്പും മാധ്യമ നിയന്ത്രണവും.
ഇസ്രായേലി പ്രോപ്പഗൻഡയും ചാരപ്പണിയും തടയാൻ ഇപ്പോൾ ഇൻ്റർനെറ്റ് വിലക്കുമുണ്ട്. ഇസ്രായേൽ വ്യാജ വാർത്തകൾ ഇറക്കി പൊരുതുമ്പോൾ ഇറാൻ കാർട്ടൂൺ വീഡിയോകൾ ഇറക്കി പരിഹസിക്കുന്നു. ഇസ്രായേൽ പേർഷ്യൻ ഭാഷയിൽ പുതിയ കഥകൾ ഇറക്കുന്നുണ്ട്. Since the start of the war on Iran, one of the most active platforms for messaging aimed at Iranians has been Israel in Persian, the Israeli government's official Farsi language account on X. It's posted a steady stream of content mocking Iran's leaders, framing them as the drivers of this conflict, and trying to position Israel as a friend of Iranians. ഇറാൻ ഇടയ്ക്കിടെ ഇറക്കുന്ന വീഡിയോകൾ വൈറലാകുന്നുണ്ട്. ലെഗോ നിർമ്മാണ കളിപ്പാട്ടങ്ങളെ കഥാപാത്രമാക്കിയുള്ളതാണ് ഇവ. ഇറാൻ്റെ വ്യോമസേന ദുർബലമായെന്ന് കേട്ട് ആക്രമിക്കാൻ ചെന്ന US വിമാനങ്ങളെപ്പറ്റി ഇറങ്ങിയ ഒന്നിലെ ഭാഗം കാണാം. ട്രംപിൻ്റെ ഇസ്രായേൽ ദാസ്യത്തെ കളിയാക്കിക്കൊണ്ട് മറ്റൊന്ന്. Make Israel great again. Your government is run by pedophiles. They ordered you to die for Israel. They ordered you to die for Israel. They lied to you all. We saw everything. നിർമ്മിത ബുദ്ധി എന്ന ടെക്നോളജിയും കാർട്ടൂണിൻ്റെ നിശിത വിമർശന ശൈലിയും തികഞ്ഞ രാഷ്ട്രീയ ബോധവുമുള്ള ഈ വീഡിയോകൾ എക്സ്പ്ലോസീവ് മീഡിയ എന്ന ഗ്രൂപ്പാണ് ഇറക്കുന്നത്. ഒരു സംഭവം നടന്ന് നിമിഷങ്ങൾക്കകം പുതിയ വീഡിയോ ഇൻ്റർനെറ്റിലെത്തും. അമേരിക്കൻ ചരിത്രവും സംസ്കാരവും അറിഞ്ഞുള്ള ഉള്ളടക്കം, മൂർച്ചയുള്ള കുറിക്ക് കൊള്ളുന്ന അവതരണം, ജെൻസിയിൽ തൽക്ഷണം ഓളങ്ങളുണ്ടാക്കുന്ന ആവിഷ്കാരം, ഈ ലെഗോ വീഡിയോകൾ പ്രചാരണ യുദ്ധരംഗത്തെ ഏറ്റവും പുതിയ ആയുധമാണ്. ഇറാൻ അനുകൂല ഗ്രൂപ്പിൻ്റെ ഈ വിവരയുദ്ധം ഫലം ചെയ്യുന്നുണ്ട്. എപ്സ്റ്റീൻ സംഘത്തെ ഇറാൻ പരാജയപ്പെടുത്തുന്ന കഥകൾ കൂട്ടത്തിലുണ്ട്. യുദ്ധത്തെ ഒരു ബാലകഥയാക്കുന്ന ശൈലി. ട്രംപും നെതന്യാഹുവും സാത്താനും എപ്സ്റ്റീൻ ഫയൽസിൻ്റെ കെണിയുമെല്ലാം ഇതിൽ പ്രത്യക്ഷപ്പെടുന്നു. ജേർണലിസ്റ്റ് കൊലയും സെൻസർഷിപ്പും വ്യാജ വാർത്തകളുമാണ് ഇസ്രായേലിന് ആയുധം. ഇറാൻ ആകട്ടെ പ്രചാരണത്തിന് പുതിയ മുഖം തന്നെ നൽകുന്നു. ലോകത്തെ പുതിയ AI പ്രചാരണ ആയുധമായ ലെഗോ വീഡിയോകൾ, സ്ലോപ്പഗാൻഡ, പോർമുഖത്തിന് പുറത്തും തരംഗമാകുന്നുണ്ട്. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും mediascan@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് Media One വെബ്സൈറ്റ് സന്ദർശിക്കുക.